ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ RRB ALP എക്സാമിനേഷൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന റെയിൽവേയുടെ തന്നെ ഫസ്റ്റ് എക്സാമിനേഷനാണ്. അതിനെക്കുറിച്ചിട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ വന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കാരണം 2017 കഴിഞ്ഞ പ്രീവിയസ് ഇയർ എക്സാം നടക്കുന്നത്, അതായത് 2018 ടൈമിലാണ് എക്സാം നടക്കുന്നത്. അത് കഴിഞ്ഞൊരു ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ 2024 ALP എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. റെയിൽവേയുടെ തന്നെ ഫസ്റ്റ് എക്സാമിനേഷൻ ആണ്. ഈ വരുന്ന നവംബർ 25 തൊട്ടാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന 5 ദിവസത്തിന്റെ എക്സാം ആണ്. 25, 26, 27, 28, 29 എന്ന് പറയുന്ന ഡേയ്സിൽ നടക്കുന്ന നമ്മുടെ ALP എക്സാമിനേഷൻ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിന്റെ കാര്യമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തായാലും rrbthiruvanaന്തപുരം.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയി കിട്ടും. കാരണം നിങ്ങൾക്ക് അറിയാലോ, എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തൊക്കെയാണ് ന്യൂ അപ്ഡേറ്റ്സ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയായിട്ട് അവർ തന്നെ എന്ത് ചെയ്യും, ഒരു ഡെമോ പോലെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കായിട്ട് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ALP എക്സാമിന് വേണ്ടി ലാസ്റ്റ് മിനിറ്റ് വരെ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ rrbthiruvanaന്തപുരം.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക കേട്ടോ. വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം എന്താ താഴെ കണ്ടോ, നിങ്ങൾ ഈ കാണുന്ന കണ്ടോ, ലേറ്റസ്റ്റ് ന്യൂസ് ആണ്. ഇപ്പോഴായിട്ട് വന്നതേ ഉള്ളൂ. ALP മോക്ക് ടെസ്റ്റ് ലിങ്ക് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. നിങ്ങളുടെ CBT എക്സാമിനേഷൻ പാറ്റേണിന്റെ ആ ഒരു രീതിയിൽ ഒരു എക്സാമിനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഒരു വർഷത്തെ 2024 എങ്ങനെയാണ് എക്സാം നടക്കാൻ പോകുന്നത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസ്, അപ്പോൾ ALP മോക്ക് ടെസ്റ്റ് ആണ്, അതിൽ എൻ്റർ ചെയ്യുക. അതിൽ കയറിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫേക്ക് ID ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾ സൈൻ ഇൻ കൊടുക്കുക കേട്ടോ. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആകാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു സമയം കണ്ടെത്തി ഒരു 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എഴുതാൻ എന്നുള്ള രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടി കണക്കാക്കി ഒരു ടൈം ഫിക്സ് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം എഴുതാനായിട്ട് നോക്കുക. ഈ ഒരു ലാംഗ്വേജ് ഒന്നും കണ്ടിട്ട് ആരും ഞെട്ടൊന്നും വേണ്ട. നിങ്ങളുടെ ആവശ്യത്തിനുള്ള സാധനമൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ അവർ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. 60 മിനിറ്റ് ടൈമാണ്, 75 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ALPക്ക് വരുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ രീതി തന്നെയാണ്, വേറൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇത് കയറിയിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് യുവർ ഡിഫോൾട്ട് ലാംഗ്വേജ് ചോദിക്കും. നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്, ആ ലാംഗ്വേജ് ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, മലയാളം ഉണ്ട്, ഓരോ ലാംഗ്വേജസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇംഗ്ലീഷാണ് നമ്മൾ എപ്പോഴും ബേസ് ആയിട്ട് വെക്കുന്നത്. മലയാളം എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളത്തിലായിരിക്കും കാണാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ മലയാളമാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ, മലയാളമാണ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ മലയാളമാണ് കൊടുത്തെങ്കിൽ മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഐ ഹാവ് റീഡ് ആ ഒരു ഡയലോഗ് ബോക്സും കൂടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐ എം റെഡി ടു ബിഗിൻ കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആവുകയാണ്. സ്റ്റാർട്ട് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളിത് എഴുതാൻ പോകുന്നവർ, കാരണം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ടൈം അതിനെയാണ്. കാരണം ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ചത് വെറുതെ ആയി പോകരുതല്ലോ. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടൈം കണ്ടെത്തി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിൽ തന്നെ ഇരുന്ന് എക്സാം ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അവരുടെ ഒരു വെബ്സൈറ്റിൽ തന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു മെത്തേഡ് ഓഫ് ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഫീഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഐ എം റെഡി ടു ബിഗിൻ കൊടുക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് അറിയാം, മാത്സ്, നമ്മുടെ ജനറൽ സയൻസ്, GK, അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് അവരൊരു ഫോർമാറ്റ് എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. അസസ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതി നോക്കുക, നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ്ടോ, രാജ്യസഭയിൽ എത്ര അംഗങ്ങളെ ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. GKയിലെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ മലയാളം എടുത്തതുകൊണ്ടാണ് മലയാളം ലാംഗ്വേജ് കാണിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര 75 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ 38ാമത്തെ ക്വസ്റ്റ്യൻസിൽ ഇന്ത്യ എത്രാമത്തെ സംസ്ഥാനങ്ങളുമായി ജാർഖണ്ഡ് അതിർത്തി പങ്കിടുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ. ഇതുപോലെ പല ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ, കാരണം മിക്സ് ആണല്ലോ, ഈ ഓരോരോ സെക്ഷനായിട്ടല്ല തിരിച്ചിരിക്കുന്നത്, എല്ലാം കൂടെ ഒരുമിച്ചാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതും എന്താണ്, ഇതിൽ വരുന്നതാണ് പിസിക്കൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെടുന്നത്, ജനറൽ സയൻസിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബഹിരാകാശ ഏജൻസിയെ പറ്റിയിട്ടൊക്കെ ഉള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 4 സ്ഥാനാർത്ഥികൾക്ക് യഥാക്രമം, ഇതൊക്കെ എന്താണ്, മാത്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്ഥാനാർത്ഥി വോട്ടിംഗ് ശതമാനം കണക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് കൊടുക്കുക, നിങ്ങളുടെ ലാംഗ്വേജ് എടുക്കുക, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക കേട്ടോ.
അങ്ങനെ ചെയ്യുക. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് മലയാളം എടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? കാരണം നമ്മൾ ഒരിക്കൽ വായിച്ചു നമുക്ക് മനസ്സിലായില്ല, നമ്മുടെ ടൈം അവിടെ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരെ വന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി അത് എഴുതിയിട്ട് വീണ്ടും എന്ത് ചെയ്യുകയാണ്, അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുകയാണ്, പിന്നെ എന്താണ് ഇംഗ്ലീഷിലാണ് വരുന്നത്, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്യണവരാണെങ്കിൽ മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു സമയം പോവാതിരിക്കണമെങ്കിൽ മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ചെയ്യാം. നിങ്ങൾ എന്താണോ വച്ചിരിക്കുന്നത് അത് തന്നെ കൺവേ ചെയ്യുക. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ സയൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മിക്സ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ. ഇതാ ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അഡ്വാൻസ് പോർഷൻസും ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനിയുള്ള ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇത് ഹേർട്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സയൻസ് പോർഷൻ ഉണ്ട്, അതും എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് തന്നെ കണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. റീസണിങ് ടോപ്പിക്സ്, അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിമ്പിളാണ്, വലിയ പാടൊന്നും ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ സെക്ഷനും അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഇതുപോലെ മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ഇതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. എന്നിട്ട് എന്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈറ്റും വെബ്സൈറ്റും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. RRB Tiruvananthapuram.gov.in കയറിയിട്ട് ALP മോക്ക് ടെസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ മാർക്കൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് ഇനി അനുസരിച്ച് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഏരിയാസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ കറണ്ട് അഫേഴ്സ് ഏത് വർഷത്തിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, 2019 ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്, ഇനി അടുത്ത് 2030 വരുന്ന ഗോൾസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ഫീൽഡ് കുറച്ചും കൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു ഏരിയയും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു അപ്ഡേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്